ബിസിനെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ആദായ നികുതി പരിധി 10 ലക്ഷമാക്കണമെന്നത് സർക്കാർ പരിഗണിക്കുമോ? നികുതി ഭാരം മധ്യവർഗത്തെ മാത്രമാണോ പ്രതിസന്ധിയിലാക്കുന്നത്? നികുതി വ്യവസ്ഥയിലെ ഈ മാറ്റം അനിവാര്യമോ? അതിവേഗം കുതിക്കുന്ന സ്വർണ്ണ വിലയ്ക്ക് ഇനിയൊരു മടക്കമില്ലേ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്ന കേന്ദ്ര ബജറ്റിൽ പരിഗണിക്കാൻ പല ആവശ്യങ്ങളാണ് വിവിധ മേഖലകളിൽ നിന്നുയരുന്നത്. ആശ്വാസ നടപടികളിൽ ആദായ നികുതി വരുമാന പരിധി 10 ലക്ഷമാക്കി ഉയർത്തണമെന്ന ആവശ്യം ശക്തമാണ്. സർക്കാർ അനുകൂല സംഘടനകൾ പോലും ശക്തമായി വാദിക്കുന്ന ആദായ നികുതി പരിധി പൊളിച്ചെഴുതേണ്ടതുണ്ടോ? ഫെബ്രുവരി 1 അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ നികുതിദായകർ, വ്യവസായ മേഖല, ട്രേഡ് യൂണിയനുകൾ എന്നിങ്ങനെ എല്ലാ മേഖലയിൽ നിന്നുള്ളവരും ആശ്വാസ നടപടികൾ പ്രതീക്ഷിക്കുന്നു. ഇതിൽ പ്രധാനമാണ് ആദായ നികുതിയുടെ പരിധി 10 ലക്ഷം രൂപയാക്കി ഉയർത്തുക എന്നത്. പ്രീ ബഡ്ജറ്റ് ചർച്ചകളിൽ ഈ ആവശ്യം ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട്. ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയുടെ നിലവിലെ തളർച്ച മറികടക്കാനും ഉപഭോക്തൃ വളർച്ച മെച്ചപ്പെടുത്താനും ഈ നീക്കം സഹായിക്കുമെന്നാണ് വിദഗ്ധരും നൽകുന്ന സൂചന. ഇന്ത്യയിലെ വ്യക്തിഗത നികുതി വ്യവസ്ഥയിൽ പഴയതും പുതിയതുമായ നിയമങ്ങളാണ് നിലവിലുള്ളത്. പഴയ നികുതി വ്യവസ്ഥ നികുതിദായകർക്ക് വിവിധ ഇളവുകൾ ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ നൽകുന്നുണ്ട്. എന്നാൽ പുതിയ സംവിധാനം ഇളവുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ക്ലെയിം ചെയ്യുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ആദായ നികുതിദായകരിൽ 72% പുതിയ നികുതി സമ്പ്രദായത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഉയർന്ന വ്യക്തിഗത ആദായ നികുതി നിരക്ക് 42.74%, കോർപ്പറേറ്റ് നികുതി നിരക്ക് 25.17%. ഒരു കോർപ്പറേറ്റ് സ്ഥാപനം നൽകുന്നതിനേക്കാൾ വലിയ ആദായ നികുതി ബാധ്യതയാണ് വ്യക്തികൾക്കുള്ളത്. വ്യക്തിഗത ആദായ നികുതി കുറയ്ക്കേണ്ടത് ഉപഭോക്താക്കളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാൻ അനിവാര്യമാണ് എന്നതാണ് വസ്തുത. 2023 സാമ്പത്തിക വർഷം മുതൽ വ്യക്തിഗത ആദായ നികുതി പിരിവുകൾ കോർപ്പറേറ്റ് പിരിവുകളേക്കാൾ 16% കൂടുതലാണ്. 2024 സാമ്പത്തിക വർഷത്തെ വ്യക്തിഗത ആദായ നികുതി പിരിവുകൾ 25% വർദ്ധിച്ചപ്പോൾ കോർപ്പറേറ്റ് നികുതി പേയ്മെന്റുകൾ 10.4% മാത്രമാണ് വർദ്ധിച്ചത്. 5.5 ലക്ഷം മുതൽ 9.5 ലക്ഷം വരെ വാർഷിക വരുമാന ബ്രാക്കറ്റിലുള്ളവരുടെ നികുതി ഭാരം വളരെ ഉയർന്നതാണെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ് അടുത്തിടെ പുറത്തിറക്കിയ ഡാറ്റയിൽ നിന്ന് വ്യക്തമാണ്. ഉപഭോഗത്തിന്റെ ഉയർന്ന പ്രവണത കണക്കിലെടുത്ത് ഈ സമ്പൂർണ്ണ മധ്യവർഗ ബ്രാക്കറ്റിനും അതിനു താഴെയുള്ളവർക്കും നികുതിയിളവുകൾ പരിഗണിക്കുന്നത് മൂല്യവത്താണ്. വരുമാന സ്ലാബുകളുടെ പുനഃക്രമീകരണം കൊണ്ട് മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ. ലും പിടികൊടുക്കില്ലെന്നാണ് സ്വർണ്ണവില നൽകുന്ന സൂചന. അമേരിക്കൻ ഫെഡ് പലിശ നിരക്ക് കുറയ്ക്കില്ലെന്ന അഭ്യൂഹം സ്വർണത്തിന്റെ ചാഞ്ചാട്ടത്തിന് ശക്തി പകർന്നിരിക്കുകയാണ്. 2025 സ്വർണവർഷമാകുമോ എന്നതാണ് ഇപ്പോഴുയരുന്ന ചോദ്യം. പുതിയ വർഷത്തിൽ ഇതുവരെ ജനുവരി 4 മാത്രമാണ് സ്വർണവിലയിൽ കുറവുണ്ടായിട്ടുള്ളത്. ഫെഡ് നിരക്ക് കുറയ്ക്കില്ലെന്ന സൂചനയും ഇന്ത്യയുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുമെന്ന തീരുമാനവും സ്വർണവിലയ്ക്ക് ഊർജം പകർന്നു. അതിനാൽ ഇപ്പോൾ ഡോളറും ബോണ്ടും മുന്നേറ്റത്തിലാണ്. ഇത് സ്വർണവിലയിൽ ചാഞ്ചാട്ടത്തിന് കാരണമായി. കൂടാതെ വിവാഹ സീസണും ശക്തമായ വിലവർധനയ്ക്ക് ആക്കം കൂട്ടി. ആഗോള സ്വർണവില ട്രോയ് ഔൺസിന് 2681 രൂപയാണ്. 2025 സ്വർണവില കുറഞ്ഞേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായി നിലനിന്നിട്ടും സ്വർണവില ഒരു കൂസലുമില്ലാതെയാണ് വർദ്ധിക്കുന്നത്. ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുന്നതും ഫെഡ് പോളിസി പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന പ്രതീക്ഷയുമായിരുന്നു സ്വർണവില കുറഞ്ഞേക്കുമെന്ന വിലയിരുത്തലിന് കാരണം. കാർഷിക വിപണിയിൽ അടുത്ത വാരം ഹൈറേഞ്ചിൽ നിന്നും മുഖ്യ വിപണികളിലേക്കുള്ള കുരുമുളക് വരവ് ചുരുങ്ങിയതിനാൽ ഉത്തരേന്ത്യൻ വാങ്ങലുകാർ മത്സരിച്ചു വില ഉയർത്തി. പകൽ ചൂടിന് കാഠിന്യമേറിയതോടെ റബ്ബർ മരങ്ങളിൽ നിന്നുള്ള പാൽ ലഭ്യത പല ഭാഗങ്ങളിലും പകുതിയായി കുറഞ്ഞു. ഏലം ശക്തിപ്രകടനം കാഴ്ചവെച്ചത് ഉൽപാദകർക്ക് ആവേശം പകർന്നു. സംസ്ഥാനത്ത് നാളികേര വിളവെടുപ്പിന് തുടക്കം കുറിച്ചു. ഇടുക്കി, വയനാട് മേഖലകളിൽ നിന്നും തെക്കൻ ജില്ലകളിൽ നിന്നും കൊച്ചി ടെർമിനൽ മാർക്കറ്റിലേക്കുള്ള കുരുമുളക് വരവ് ഗണ്യമായി കുറഞ്ഞു. വരണ്ട കാലാവസ്ഥ മൂലം പല ഭാഗങ്ങളിലും
വിളവെടുപ്പ് വൈകിയേക്കും. മധ്യവർത്തികളും കരുതൽ ശേഖരത്തിൽ പിടിമുറുക്കിയത് കുരുമുളക് വില ക്വിന്റലിന് 800 രൂപ വർദ്ധിക്കാൻ അവസരമൊരുക്കി. അൺഗാർബിൾഡ് കുരുമുളക് 64,600 രൂപയിൽ വ്യാപാരം നടന്നു. അന്താരാഷ്ട്ര തലത്തിലും കുരുമുളകിന് വിൽപ്പനക്കാർ കുറവാണ്. മുഖ്യ കയറ്റുമതി രാജ്യമായ വിയറ്റ്നാമിൽ ചരക്ക് സ്റ്റോക്കില്ലാത്ത അവസ്ഥയാണ്. വാങ്ങൽ താൽപര്യം കനത്തതോടെ വിയറ്റ്നാം കുരുമുളക് വില ഉയർത്തി. കിലോ 1,51,000 ഡോങ്ങിലേക്ക് വിയറ്റ്നാം മുളക് വില ഉയർന്നിട്ടും വിൽപ്പനക്കാരില്ലാത്ത അവസ്ഥയാണ്. വിയറ്റ്നാമിലെ ഉണർവ് ഇതര ഉൽപാദന രാജ്യങ്ങളിലും വില ഉയർത്താൻ ഉത്സാഹിച്ചു. ഇതിനിടയിൽ വൈറ്റ് പേപ്പർ വിലയിലും ഉണർവ് കണ്ടു. മലേഷ്യ വെള്ള കുരുമുളകിന് $11,100 ആവശ്യപ്പെട്ടപ്പോൾ ഇന്തോനേഷ്യ $9,000 വിയറ്റ്നാം $9,550 ചരക്ക് ഷിപ്മെന്റ് നടത്താൻ മുന്നോട്ട് വന്നു. ഏഷ്യൻ റബ്ബർ മാർക്കറ്റുകൾ കരുത്ത് തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഉൽപ്പന്ന വിലയിൽ നേരിയ ഉണർവുണ്ടായി. റബ്ബർ വില ഉയർന്നു തുടങ്ങിയത് മാർക്കറ്റുകളെ സജീവമാക്കി. ഇതിനിടയിൽ വിനിമയ വിപണിയിൽ ജാപ്പനീസ് നാണയമായ യെന്നിന്റെ മൂല്യം ആഗസ്റ്റിന് ശേഷമുള്ള ഏറ്റവും ദുർബലാവസ്ഥയിലേക്ക് നീങ്ങിയത് വിദേശ നിക്ഷേപകരെ റബ്ബറിൽ വാങ്ങലുകാരാക്കി. ജപ്പാൻ ഒസാക്ക എക്സ്ചേഞ്ചിൽ നിരക്കുയർന്നത് നിക്ഷേപകരെ സിംഗപ്പൂർ, ചൈനീസ് വിപണികളിൽ വാങ്ങലുകാരാക്കി. കയറ്റുമതി കേന്ദ്രമായ ബാങ്കോക്കിൽ റബ്ബർ 3ാം ഗ്രേഡ് 19,100 രൂപയിൽ വിപണനം നടന്നു. കൊച്ചിയിൽ 4ാം ഗ്രേഡ് ഷീറ്റ് 19,000 രൂപയിലും ലാറ്റക്സ് 12,400 രൂപയിലുമാണ് വിപണനം നടന്നത്. രാത്രി അന്തരീക്ഷ താപനില താഴ്ന്നതിനനുസൃതമായി മരങ്ങളിൽ നിന്നുള്ള പാൽ ലഭ്യത ഉയരുകയാണ് പതിവ്. എന്നാൽ അപ്രതീക്ഷിതമായി പകൽ ചൂട് കനത്തതോടെ മരങ്ങളിൽ ഇലപ്പൊഴിച്ചിൽ വ്യാപകമായി. ഇതിനിടയിൽ മരങ്ങളിൽ നിന്നുള്ള ഈൽഡും കുറഞ്ഞത് കർഷകരെ ആശങ്കയിലാക്കി. ഹൈറേഞ്ചിൽ താപനില ഉയർന്നതോടെ ഏലത്തോട്ടങ്ങൾ വരണ്ടു തുടങ്ങി. ജലസേചന സൗകര്യങ്ങൾ കുറഞ്ഞ പ്രദേശങ്ങളിലെ കർഷകർ അല്പം പിരിമുറുക്കത്തിലാണ്. മഴയുടെ അഭാവം നിലനിൽക്കുന്നതിനാൽ ഇടുക്കിയിലെ ഏലത്തോട്ടങ്ങളിൽ നിന്നും ഉൽപാദകർ പതിയെ പിന്തിരിയുകയാണ്. വൈകാതെ വിളവെടുപ്പിൽ നിന്നും ഉൽപാദകർ പിന്മാറാൻ നിർബന്ധിതരാകും. കാലാവസ്ഥ ഇതേ നിലയിൽ തുടർന്നാൽ ഫെബ്രുവരിയിൽ പുതിയ ഏലക്കയുടെ ലഭ്യത 50%-ലധികം കുറഞ്ഞേക്കും. ഇത് കയറ്റുമതിക്കാരെ ലേലകേന്ദ്രങ്ങളിൽ സജീവമാക്കി. മികച്ച ഇനങ്ങളുടെ വില കിലോ 4,500 വരെ ഉയർത്തി. ശരാശരി ഇനങ്ങൾ കിലോ 3,100 രൂപയ്ക്ക് മുകളിൽ ഇടപാടുകൾ നടന്നു. സംസ്ഥാനത്ത് നാളികേര വിളവെടുപ്പിന് തുടക്കം കുറിച്ചു. കഴിഞ്ഞ സീസണിൽ റെക്കോർഡ് പ്രകടനം കാഴ്ചവെച്ച കൊപ്രയുടെയും പച്ചത്തേങ്ങയുടെയും ഉണർവ് വിളവെടുപ്പ് വേളയിലും നിലനിർത്തുമെന്ന വിശ്വാസത്തിലാണ് കർഷകർ. മധ്യ കേരളത്തിലും മലബാർ മേഖലയിലും ചെറിയ തോതിൽ തുടങ്ങിയ വിളവെടുപ്പ് മാസത്തിന്റെ 2ാം പകുതിയോടെ ഊർജിതമാകും. പുതിയ ചരക്ക് വരവിനിടയിൽ നാളികേരം ശേഖരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ചെറുകിട മില്ലുകാർ. കേരളത്തെക്കാൾ ക്വിന്റലിന് 150 രൂപ കൂടുതലാണ് തമിഴ്നാട്ടിൽ. കാങ്കയത്തെ വൻകിട മില്ലുകാർ ചരക്ക് ക്ഷാമത്തിന്റെ പിടിയിലാണ്. അടുത്ത മാസത്തോടെ ഇവിടെ ലഭ്യത ഉയരുമെന്ന പ്രതീക്ഷയിലാണ് വ്യവസായികൾ. തമിഴ്നാട് ലോബി അതിർത്തി ജില്ലകളിൽ നിന്നുള്ള പച്ചത്തേങ്ങയ്ക്കായി നീക്കം തുടങ്ങി. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. പുതിയ മുഖവുമായി എത്തുകയാണ് ടാറ്റയുടെ 3 മോഡലുകൾ. 2025 ഓട്ടോ എക്സ്പോയിൽ താരമാകും ടാറ്റയുടെ ഈ ചുണക്കുട്ടികൾ. ഇന്ത്യൻ വാഹന വിപണിയുടെ മേധാവിത്വം മാരുതിക്ക് നഷ്ടമായത് ടാറ്റയുടെ പഞ്ച് മൂലമാണ്. 40 വർഷത്തെ ആധിപത്യമാണ് ടാറ്റ പഞ്ച് തട്ടിയെടുത്തത്. ഈ മാസം 17 മുതൽ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന 2025 ഓട്ടോ എക്സ്പോയിൽ ടാറ്റയുടെ പുതിയ മോഡലുകൾ എത്തും. നേട്ടം ആവർത്തിക്കാൻ പഞ്ചിന്റെ പുതിയ മുഖവുമായാണ് ടാറ്റയുടെ വരവ്. 6 ലക്ഷം രൂപയാണ് പ്രാരംഭ വിലയായി പ്രതീക്ഷിക്കുന്നത്. LED പ്രൊജക്ടർ ഹെഡ്ലാമ്പുകൾ, പുതിയ ഗ്രിൽ, DRL ലൈറ്റുകൾ, വയർലെസ് കാർപ്ലേ, 10.25 ഇഞ്ച് സ്ക്രീൻ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം എന്നിവയും ഇതിലുണ്ട്. ഒതുക്കമുള്ളതും കാര്യക്ഷമവുമായ രൂപകൽപ്പനയ്ക്ക് പേരുകേട്ട മോഡലാണ് ടാറ്റ ടിയാഗോ. ഈ മോഡൽ 5 ലക്ഷം രൂപ പ്രാരംഭ വിലയിൽ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നവീകരിച്ച ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം അടക്കമുള്ള പ്രധാന മാറ്റങ്ങൾ ഈ മോഡലിലുണ്ടാവും. ഫേസ് ലിഫ്റ്റ് ചെയ്തെത്തുന്ന മറ്റൊരു മോഡലാണ് ടാറ്റ ടിഗോർ. ജനപ്രിയ സെഡാനായ ടാറ്റ ടിഗോർ പുതിയ രൂപഭാവവും മെച്ചപ്പെട്ട സവിശേഷതകളുമായി എത്തുകയാണ്. 1.2 ലിറ്റർ പെട്രോൾ CNG എഞ്ചിൻ ഓപ്ഷനുകളും ഉണ്ടാകും പുതിയ പതിപ്പിന്. 5 സ്പീഡ് മാനുവൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ലഭ്യമാകും. ലിറ്ററിന് 19.43 മുതൽ 28.06 കിലോമീറ്റർ വരെ മൈലേജാണ് കമ്പനി ഉറപ്പു പറയുന്നത്. പ്രാരംഭ വില 6 ലക്ഷം രൂപയാണ്. ഡുക്കാട്ടി ബൈക്കുകളുടെ പുതിയ മോഡലുകൾ ഈ വർഷം ഇന്ത്യയിൽ അവതരിപ്പിക്കും. വാഹനപ്രേമികളുടെ താൽപര്യങ്ങൾ പരിഗണിച്ചാണ് പുതിയ മോഡലുകളുടെ രൂപകൽപ്പന എന്നാണ് കമ്പനിയുടെ ഉറപ്പ്. വരാനിരിക്കുന്ന ഡുക്കാട്ടി ബൈക്കുകളിൽ പനിഗേൽ V4 7th ജനറേഷൻ, ഡുക്കാട്ടി ഡെസേർട്ട് എക്സ് ഡിസ്കവറി, പനിഗേൽ സ്ട്രീറ്റ് ഫൈറ്റർ, മൾട്ടിസ്ട്രാഡ V2 എന്നിവ ഉൾപ്പെടുന്ന പരിഷ്കരിച്ച V2 ലൈനപ്പ് ഉൾപ്പെടുന്നു.
ഇതോടൊപ്പം 3ാം തലമുറ സ്ട്രീറ്റ് ഫൈറ്റർ V4, സ്ക്രാംബ്ലർ ഡാർക്ക് 2ാം തലമുറ എന്നിവയും പുറത്തിറങ്ങും. ഡുക്കാട്ടി ലിമിറ്റഡ് എഡിഷൻ ബൈക്കുകളും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതിൽ 5 മോഡലുകൾ ഉൾപ്പെടും. ബെന്റ്ലിക്കുള്ള ഡുക്കാട്ടി ഡയവൽ, പാനിഗാലെ V2 ഫൈനൽ എഡിഷൻ, പാനിഗാലെ V4 ട്രൈക്കലോർ ഇറ്റാലിയ, പാനിഗാലെ V4 ട്രൈക്കലോർ, സ്ക്രാംബ്ലർ റിസോമ എന്നിവയാണവ. കൊച്ചി, ഹൈദരാബാദ്, ഡൽഹി, മുംബൈ, പൂനെ, ബംഗളൂരു, ചെന്നൈ, കൊൽക്കത്ത, ചണ്ഡീഗഡ്, അഹമ്മദാബാദ് തുടങ്ങിയ നഗരങ്ങളിലെ ഡീലർഷിപ്പുകൾ വഴി ഉപഭോക്താക്കൾക്ക് ബൈക്കുകൾ ബുക്ക് ചെയ്യാം. ഇന്ത്യയിലുടനീളം ഡീലർ ശൃംഖല വികസിപ്പിക്കാനും ബ്രാൻഡ് പദ്ധതിയിടുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഈ വർഷം പുതിയ ബൈക്ക് അവതരിപ്പിക്കാനുള്ള പദ്ധതി അണിയറയിൽ ഒരുങ്ങുകയാണ്. ഡുക്കാട്ടി മോൺസ്റ്ററിന്റെ 30 ആനിവേഴ്സാരിയോ പതിപ്പിൽ ഒന്നായിരിക്കുമെന്നാണ് പ്രതീക്ഷ. വിനോദവാരം. ആക്ഷൻ ചിത്രങ്ങൾ മലയാളിക്കും വഴങ്ങും. ഈ വർഷം ആക്ഷൻ ത്രില്ലർ ചിത്രങ്ങളിലൂടെ തിയേറ്ററുകൾ പിടിച്ചടക്കാൻ ഒരുപിടി മലയാള ചിത്രങ്ങൾ എത്തുകയാണ്. നോക്കാം വിശേഷങ്ങളിലേക്ക്. പുതുവർഷത്തിൽ തിയേറ്ററുകൾ കീഴടക്കി മുന്നേറുകയാണ് മലയാള സിനിമകൾ. വരാനിരിക്കുന്ന സിനിമകളും ഈ നേട്ടത്തിന് ശക്തി പകരുമെന്നാണ് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന. ആക്ഷൻ ത്രില്ലറുകളാണ് കാത്തിരിക്കുന്ന പ്രധാന ചിത്രങ്ങൾ. മോഹൻലാലിന്റെ എമ്പുരാൻ, ആന്റണി വർഗീസിന്റെ ഡേവിഡ് തുടങ്ങി ആക്ഷൻ ചിത്രങ്ങൾ ഈ വർഷം തിയേറ്റർ കീഴടക്കുമെന്നാണ് പ്രതീക്ഷ. പൃഥ്വിരാജ് സുകുമാരന്റെ ആക്ഷൻ ത്രില്ലർ ചിത്രം ലൂസിഫറിന്റെ 2ാം ഭാഗം. സ്റ്റീഫൻ നെടുമ്പള്ളി അഥവാ ഖുറേഷി അബ്രാം എന്ന കഥാപാത്രവുമായി മോഹൻലാൽ വീണ്ടും എത്തുകയാണ്. പുതിയ അഭിനേതാക്കളോടൊപ്പം പൃഥ്വിരാജ് സുകുമാരൻ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് സുകുമാരൻ, മഞ്ജു വാര്യർ, സായ് കുമാർ, ബൈജു സന്തോഷ്, ശിവാജി ഗുരുവായൂർ, സാനിയ അയ്യപ്പൻ എന്നിവരും എമ്പുരാനിലും എത്തുന്നു. മാർച്ച് 27-നായിരിക്കും ചിത്രം റിലീസ് ചെയ്യുക. ഇനിയും പേരിട്ടിട്ടില്ലാത്ത മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ സിനിമ. ആക്ഷൻ നിറഞ്ഞ പൊളിറ്റിക്കൽ ത്രില്ലറായിരിക്കും സിനിമയെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ ചിത്രം ശ്രീലങ്കയിൽ ഇതിനകം തന്നെ ഷെഡ്യൂൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ വർഷത്തിൽ റിലീസ് ചെയ്യുമെന്നാണ് സൂചന. മലയാളത്തിലെ വലിയ റിലീസുകളിലൊന്നാകും ഇത്. ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും പ്രധാന വേഷങ്ങളിലെത്തും. നവാഗതനായ ഗോവിന്ദ് വിഷ്ണു സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ചിത്രം ഡേവിഡിൽ ആന്റണി വർഗീസാണ് നായകൻ. ബോക്സറുടെ വേഷത്തിലെത്തുന്ന വർഗീസ് മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള ഒരുക്കത്തിലാണ്. മകൾക്ക് വേണ്ടി പോരാടുന്ന പിതാവിനെ ചുറ്റിപ്പറ്റിയാണ് കഥ. വൈകാരിക ഘടകങ്ങൾ ഈ ആക്ഷൻ ചിത്രത്തിന് ആഴം കൂട്ടുമെന്നാണ് പ്രതീക്ഷ. പെപ്പയുടെ ആരാധകർക്ക് റിലീസിനായി ഫെബ്രുവരി വരെ കാത്തിരുന്നാൽ മതിയാകും. ഖാലിദ് റഹ്മാന്റെ സ്പോർട്സ് ചിത്രം ആലപ്പുഴ ജിങ്കാന. പ്രേമലു ഫെയിം നസ്ലിനാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം. കൂടാതെ കഥാപാത്ര പോസ്റ്ററുകൾ അവതരിപ്പിച്ചുകൊണ്ട് നിർമ്മാതാക്കൾ ആരാധകരുടെ ആവേശം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അമച്വർ ബോക്സർമാരെ ചുറ്റിപ്പറ്റിയുള്ള ഈ നോക്കൌട്ട് കോമഡി ചിത്രത്തിൽ ലുക്മാൻ അവറാനും ഗണപതി എസ് പൊതുവാളും പ്രധാന വേഷങ്ങളിലെത്തും. വരുന്ന ഏപ്രിൽ 11-ന് ചിത്രം തിയേറ്ററുകളിലെത്തുമെന്നാണ് പ്രതീക്ഷ. ആസിഫ് അലി, വാമിഖ ഗബ്ബിയും സംവിധായകൻ രോഹിത് VS-ഉം ഒന്നിക്കുന്ന ആക്ഷൻ ചിത്രമാണ് ടിക്കി ടാക്ക. ശക്തമായ കഥയും തീവ്രമായ ആക്ഷൻ സീക്വൻസുകളുമായി സിനിമാ പ്രേമികൾക്ക് മികച്ച ആസ്വാദനമാണ് ചിത്രം വാഗ്ദാനം ചെയ്യുന്നത്. ലുക്മാൻ അവറാൻ, നസ്ലിൻ, സഞ്ജന നടരാജൻ, സന്തോഷ് പ്രതാപ് എന്നിവർ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ദുൽഖർ സൽമാൻ നഹാസ് ഹിദായത്ത് ചിത്രം. 2025-ൽ ദുൽഖർ സൽമാന്റെ മലയാള ചലച്ചിത്ര മേഖലയിലേക്കുള്ള തിരിച്ചുവരവിനെ അടയാളപ്പെടുത്തുകയാണ്. താൽക്കാലികമായി DQ40 എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം ഒരു സയൻസ് ഫിക്ഷൻ ട്വിസ്റ്റുള്ള ആക്ഷൻ ത്രില്ലർ ആയിരിക്കുമെന്നാണ് സൂചന. ഇനി പ്രധാന ഇവന്റുകൾ. എട്ടാമത് ഇന്റർനാഷണൽ ഫോക്ലോർ ഫിലിം ഫെസ്റ്റിവൽ IFFF 2025 ഈ മാസം 15 വരെ തൃശൂരിൽ. ബിൽഡേഴ്സ് അസോസിയേഷൻ ഇന്ത്യയുടെ ബൈ ബിൽഡ് എക്സ്പോ 2025 എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ ഈ മാസം 17 മുതൽ 19 വരെ. ഇതോടെ ബിസ് നെക്സ്റ്റ് അവസാനിക്കുന്നു. ഇനി അടുത്ത ആഴ്ച കാണാം. ബൈ.